ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഭീകരതയ്ക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ ഇസ്രായേൽ സംയുക്ത കർമ്മസമിതി യോഗത്തിൽ ധാരണ. കണ്ണൂർ കല്യാട് 1ാം ഘട്ടം പൂർത്തിയായ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആയുർവേദം മികവാർന്ന വൈദ്യശാസ്ത്ര മേഖലയാണെന്ന് മുഖ്യമന്ത്രി. നോൺ ഷെഡ്യൂൾഡ് വിമാന ഓപ്പറേറ്റർമാർക്ക് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി DGCA. പശ്ചിമബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വിന്യസിക്കുന്ന സായുധ പോലീസ് സേനാ വാഹനങ്ങളിൽ GPS ട്രാക്കറുകൾ ഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്ക ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കമായി. 2 ദിവസത്തെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ആഗോള പ്രാദേശിക തലത്തിലെ മറ്റ് സുപ്രധാന വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും പ്രധാനമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേലിലെ ഇന്ത്യൻ വംശജരെയും അദ്ദേഹം നാളെ അഭിസംബോധന ചെയ്യും. എല്ലാവിധ ഭീകരവാദ പ്രവർത്തനങ്ങളെയും സംയുക്തമായി അപലപിച്ച് ഇന്ത്യയും ഇസ്രായേലും. ഭീകരതയ്ക്ക് എതിരെയുള്ള 10ാമത് ഇന്ത്യ ഇസ്രായേൽ സംയുക്ത കർമ്മസമിതി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. വിശദാംശങ്ങളിലേക്ക്. ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ യോജിച്ചു പ്രവർത്തിക്കുമെന്ന ഇന്ത്യയും ഇസ്രായേലും യോഗത്തിൽ നിലപാട് വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെയും 2023 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തെയും ഇരു രാജ്യങ്ങളും അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യതയും യോഗം ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്രസഭ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര വേദികൾ യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. ഭീകരതയ്ക്കായി AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ, ഡ്രോൺ എന്നിവ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കർമ്മസമിതി യോഗം വിശദമായി ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. ബുൽധാന ജില്ലയിലെ ഷെൽഗാവിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദേശീയ ആരോഗ്യമേള 2026 രാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ആയുർവേദം മികവാർന്ന വൈദ്യശാസ്ത്ര മേഖലയായി നിലകൊള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ കല്യാട് 1ാം ഘട്ടം പൂർത്തിയായ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആയുർവേദ രംഗത്തെ മറഞ്ഞുകിടക്കുന്ന അറിവുകൾ മുഴുവനായും ശേഖരിക്കാനാവണമെന്നും പഴയ വൈദ്യ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അറിവിന്റെ അക്ഷയഖനിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം നിരവധി മേഖലകളിൽ മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ കേരളത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ നമുക്കായത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും കേരളത്തിലാണ് സ്ഥാപിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ അതും കേരളത്തിലാണ്. വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യത്തേതാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖല അതിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ്. മൈക്രോബയോം നല്ല രീതിയിലുള്ള മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുകയാണ്. ജിനോം ഡാറ്റാ സെന്റർ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നു. 200 കോടി രൂപ ചിലവഴിച്ചാണ് കല്യാട് 100 കിടക്കകളോട് കൂടിയ ഗവേഷണ ആശുപത്രിയും താളിയോല പഠന കേന്ദ്രവും അടക്കം സജ്ജമാക്കിയിരിക്കുന്നത്. നോൺ ഷെഡ്യൂൾഡ് വിമാന ഓപ്പറേറ്റർമാർക്ക് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. വ്യോമയാന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പിഴവുകൾക്ക് പൈലറ്റുമാരെ മാത്രമായി കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് DGCA വ്യക്തമാക്കി. വിമാനത്തിന്റെ കാലപ്പഴക്കം, അറ്റകുറ്റപ്പണികളുടെ വിശദാംശങ്ങൾ, പൈലറ്റിന്റെ പരിചയസമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഓപ്പറേറ്റർമാർ പരസ്യപ്പെടുത്തണമെന്നും പുതിയ മാനദണ്ഡത്തിൽ നിർദ്ദേശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വിന്യസിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിൽ GPS ട്രാക്കറുകൾ ഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സേനാ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് നേരിട്ടറിയുന്നതിനാണ് സംവിധാനം സജ്ജമാക്കുന്നതെന്ന് പശ്ചിമബംഗാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 240 CAPF ഉദ്യോഗസ്ഥരെ വീതം 2 ഘട്ടങ്ങളായാണ് പശ്ചിമബംഗാളിൽ വിന്യസിക്കുക. ലക്ഷദ്വീപ് ഭരണകൂടം എല്ലാ ബുധനാഴ്ചകളിലും നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്ന നോ വെഹിക്കിൾ ഡേ ഉത്തരവ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവച്ചതായി അറിയിച്ച് ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. കൽപ്പേനി ദ്വീപ് സ്വദേശി പ്രസ്തുത ഉത്തരവിനെ ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിലും ദ്വീപ് ഭരണകൂടം ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകിയിരുന്നു. കേസ് അടുത്ത മാസം 16-ന് കോടതി വീണ്ടും വാദം കേൾക്കും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾ കുടുങ്ങി. വെള്ളച്ചാട്ടത്തിന് താഴെ കുളിച്ചുകൊണ്ടിരുന്ന ഇതര സംസ്ഥാനക്കാരായ 15ഓളം വിനോദയാത്രികരാണ് കുടുങ്ങിയത്. വനസംരക്ഷണ സമിതി പ്രവർത്തകരെത്തി ഇവരെ രക്ഷപ്പെടുത്തി. അഗ്നിവീറുകളുടെയും കരസേനാ അംഗങ്ങളുടെയും വിരമിക്കലിനു ശേഷമുള്ള തൊഴിലവസരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ കരസേനയും റെയിൽവേയും സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. വിരമിക്കലിനു ശേഷം മറ്റു തൊഴിലുകളിലേക്കുള്ള മാറ്റം സുഗമമാക്കുന്നതിനും റെയിൽവേയിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പിന്തുണാ സംവിധാനം ഇതിന്റെ ഭാഗമായി ഒരുക്കും. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ന് ശ്രീലങ്ക ന്യൂസിലൻഡിനെ നേരിടും. കൊളംബോയിലെ R. പ്രേമദാസ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7-നാണ് മത്സരം. സൂപ്പർ 8-ലെ ഇന്ത്യ സിംബാബ്വെ മത്സരം നാളെയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ 2ാം ദിനം കർണാടകയ്ക്കെതിരെ ജമ്മു കശ്മീർ 4 വിക്കറ്റ് നഷ്ടത്തിൽ 394 റൺസ് എന്ന നിലയിൽ കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് മത്സരം നടക്കുന്നത്. 2011-ലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ പൌരത്വം റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ച് കനേഡിയൻ സർക്കാർ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഇന്ത്യ സന്ദർശനം നാളെ ആരംഭിക്കാനിരിക്കെയാണ് ഈ നീക്കം. പൌരത്വത്തിനായി തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് വ്യക്തമാക്കിയാണ് പൌരത്വം റദ്ദാക്കാനുള്ള നടപടികൾ കാനഡ സ്വീകരിച്ചത്. നിലവിൽ ഇന്ത്യയിൽ കസ്റ്റഡിയിലാണ് തഹാവൂർ റാണയുള്ളത്. ഇറാൻ US 3ാം വട്ട നയതന്ത്ര ചർച്ചകൾ ജനീവയിൽ നാളെ നടക്കും. ചർച്ച ശുഭകരമായി പര്യവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് ഇറാൻ അധികൃതർ പങ്കുവയ്ക്കുന്നത്. നയതന്ത്രത്തിന് കൃത്യമായ പരിഗണന നൽകിയാൽ ചരിത്രപരമായ കരാറിലെത്തിച്ചേരാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. സെൻസെക്സ് 14 പോയിന്റ് ഉയർന്ന് 82,204-ലും നിഫ്റ്റി 46 പോയിന്റ് നേട്ടത്തിൽ 25,471-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവില കൂടി പവന് 80 രൂപ ഉയർന്ന് 1,18,720 രൂപയും ഗ്രാമിന് 14,840 രൂപയുമാണ് ഇന്നത്തെ വില. വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനായി 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ക്ഷേമനിധി ബോർഡിനാണ് സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയത്. ബോർഡിനായി ഈ വർഷം 5.44 കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകേണ്ടിയിരുന്നത്. എന്നാൽ 61.32 കോടി രൂപ ഇതിനകം ലഭ്യമാക്കിയതായി മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിടങ്ങളുടെ ബലസ്ഥിരതാ പരിശോധനയിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സർക്കാർ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നും ദുരന്തസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കമായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഭീകരതയ്ക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ ഇസ്രായേൽ സംയുക്ത കർമ്മസമിതി യോഗത്തിൽ ധാരണ. കണ്ണൂർ കല്യാട് 1ാം ഘട്ടം പൂർത്തിയായ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആയുർവേദം മികവാർന്ന വൈദ്യശാസ്ത്ര മേഖലയാണെന്ന് മുഖ്യമന്ത്രി. നോൺ ഷെഡ്യൂൾഡ് വിമാന ഓപ്പറേറ്റർമാർക്ക് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി DGCA. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിന്യസിക്കുന്ന സായുധ പോലീസ് സേനാ വാഹനങ്ങളിൽ GPS ട്രാക്കറുകൾ ഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്ക ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 3 മണിക്ക്.